ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴത്തെ ഈ 2K ജനറേഷൻസ് കേട്ടിട്ടില്ലാത്തൊരു സംഭവമായിട്ടാണ്. അതിൻ്റെ ഒരു റെസിപ്പിയാണ്. അപ്പം നമ്മൾ കഴിച്ചിട്ട് വലിച്ചെറിയുന്ന മാങ്ങാണ്ടി, അതായത് മാംഗോയുടെ സീഡ്, നമ്മൾ ചക്കയുടെ സീഡിൻ്റെയൊക്കെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഡോക്ടേഴ്സ് ഒരുപാട് എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളൊരു സാധനമാണ് നമ്മുടെ ഈ മാങ്ങാണ്ടിക്കകത്തിരിക്കുന്ന സീഡ്. ഇതിപ്പം ഒരു സാമ്പിളിൽ കാണിച്ചതാണ്. ഇതുപോലെ സൂക്ഷിച്ച് വെച്ചതിന് ശേഷം കുറേ കളക്ട് ചെയ്ത് വെച്ചതിന് ശേഷം എടുത്ത സീഡ്സാണ് ഈ ഇരിക്കുന്നത്. ഈ മാങ്ങാണ്ടി പച്ചയോടെ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനെ നമ്മൾ 2 ദിവസം ഒന്ന് വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം, ഒരുപാട് ദിവസം ഉണക്കിയാലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ 2 ദിവസം 1-2 ദിവസം ഉണക്കിയിട്ട് ജസ്റ്റ് നമ്മൾ ഒന്ന് പൊട്ടിച്ചെടുക്കാം. വലിയ കുഴപ്പമില്ലാതെ ഇളകി വരും. ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് അരയ്ക്കണം കേട്ടോ. ഞാൻ ഒറ്റ ബാച്ചായിട്ട് അരയ്ക്കാൻ നോക്കിയത് നടന്നില്ല. അപ്പോൾ 2 ബാച്ചായിട്ട് നമുക്ക് അരച്ചുകൊണ്ട് വരാം. അരച്ചുകൊണ്ട് വരുമ്പോൾ നമ്മുടെ കാഷ്യൂ പേസ്റ്റൊക്കെ പോലെ ഇരിക്കും കാണുമ്പം. ഇതൊരു വലിയ പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതായത് അത് അനക്കരുത്. അപ്പോൾ അതിനകത്തുനിന്ന് വെള്ളം വേറെ, നമ്മുടെ ഇതിൻ്റെ ഒരു കണ്ടൻറ്റ് വേറെ ആയിട്ട് രണ്ടായിട്ട് നമുക്ക് കിട്ടും. ഇതിങ്ങനെ കുറച്ചധികം വെള്ളം ഒഴിച്ച് വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കട്ട് പോകാൻ, അതായത് ഒരു കയ്പുണ്ട് നമ്മുടെ ഈ മാങ്ങാണ്ടിക്ക്, അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് തെളിച്ച് കളയുന്നത്. ഈ പ്രോസസ്സ് ഒരു 3-4 പ്രാവശ്യം ചെയ്യണം. എന്നാൽ മാത്രമാണ് ഇതിൻ്റെ കയ്പ് പൂർണ്ണമായിട്ട് മാറുന്നത് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളതില്ല. ഇപ്പോൾ ഒരു ചെറിയ കയ്പുണ്ടെങ്കിൽ പോലും അവർ കഴിക്കത്തില്ല. എന്നിട്ട് ഞാൻ നന്നായിട്ട് അത് വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷമാണ് എടുത്തത്. അപ്പം ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. മാംഗോ സീഡെന്ന് അടിച്ചു കൊടുത്താൽ മതി. ഇത് വെച്ചിട്ട് നമ്മുടെ ഹെയറും സ്കിന്നിനും ഒക്കെ ക്രീം വരെ ഉണ്ടാക്കുന്നുണ്ട്. ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ്. എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നത് ഇക്കടെ ബ്രദറിൻ്റെ വൈഫാണ് കേട്ടോ. ഇക്കടെ മൂത്ത സഹോദരൻ്റെ ഭാര്യയാണ് പറഞ്ഞു തന്നത്. പുള്ളിക്കാരി ഇങ്ങനെയുള്ള ഒരുപാട് ഡിഷസൊക്കെ ഉണ്ടാക്കാറുണ്ട്. കല്യാണം കഴിഞ്ഞ് ചെന്ന സമയത്ത് പുള്ളിക്കാരി എനിക്ക് ഇത് വെച്ചിട്ട്, നമ്മളിപ്പോൾ കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ പോണം, അവിടെ വെച്ചിട്ട് എനിക്ക് അങ്ങനെ കിണ്ണത്തപ്പം തന്ന് ഞാൻ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇന്ന സാധനത്തിൻ്റെ ആണെന്ന്. ഒരു ചെവയോ ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ സാധാരണ കിണ്ണത്തപ്പം കഴിക്കുന്നതിലും ടേസ്റ്റാണ്. നല്ലൊരു ജെല്ലി കൺസിസ്റ്റൻസി തന്നെ കിട്ടുകയും ചെയ്യും. ഇതിപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു ഡെമോ കാണിച്ച് തരാമെന്നും പറഞ്ഞ് ചെയ്തതാണ്. പക്ഷേ അത് ഉണക്കിയിട്ടില്ല, പച്ചയാണ് മാങ്ങാണ്ടി. അതുകൊണ്ടാണ് ഭയങ്കര പാട്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഒന്ന് തട്ടി കൊടുക്കുകയാണെങ്കിൽ, ചുറ്റിയെല്ലാം ഉണ്ടോ വെട്ടോത്തി ഉണ്ടോ എല്ലാം നമ്മളൊന്ന് വെട്ടി കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ ജസ്റ്റ് പൊട്ടി വരും. അവിടെ വെച്ചിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. ഇത് പച്ചയായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനങ്ങ് മാറ്റി വെച്ച്, ഇതിനകത്ത് ചെറിയൊരു പൂപ്പൽ, നമ്മളുടെ ചക്കക്കുരുവിൻ്റെ കണക്ക് തന്നെ ചെറിയൊരു പൂപ്പലുണ്ട്. അത് ചക്കക്കുരുവിൻ്റെ പൂപ്പൽ ചുരണ്ടത് അത്രയും പാടൊന്നുമില്ല. ഇതിനകത്ത് നല്ല എളുപ്പം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ചുരണ്ടുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇളകി വരും. ഇത് പച്ചയായതുകൊണ്ട് തന്നെ ഞാൻ അടിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് നട്ട്സ് പൊടിഞ്ഞു പോയി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പിന്നെ കാണിക്കാഞ്ഞത്. ഇത് ഫസ്റ്റ് വെള്ളമല്ല കേട്ടോ, ഞാൻ 2ാമത്തെ വെള്ളമാണ്. ആദ്യത്തെ വെള്ളം ഞാൻ ഊറ്റി കളഞ്ഞായിരുന്നു, വീഡിയോ എടുത്തില്ല. ഇത് 2ാമത്തെ പ്രാവശ്യം ഒഴിച്ചതാണ് കേട്ടോ. എന്നെ പോലെ തന്നെ ഒരുപാട് പേര് കാണും മാംഗോ സീഡിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത, ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേര് കാണും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും അവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നമ്മുടെ സൈഡിലൊരു ബെല്ലൈക്കൺ വരും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം കാണുക. നമ്മുടെ ഈ വീഡിയോ കൂടുതൽ പേരിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം ഇത് ലാസ്റ്റ് വെള്ളമാണ്. ഇപ്പം ഞാൻ നൈറ്റാണ് വീഡിയോ എടുക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ലൈറ്റ് കാണുമ്പോൾ മനസ്സിലാവും രാത്രിയായി. ഈ വെള്ളവും കൂടെ ഊറ്റി കളഞ്ഞതിന് ശേഷം, ഇത്രയും നമ്മൾ എടുക്കുന്നില്ല, ഇത്രയും ആവശ്യമില്ല. കാരണം കുറച്ചെടുത്തിട്ട് ബാക്കി നമ്മൾ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഫ്രീസറിൽ വെച്ചാൽ മതി. 1-2 ദിവസമൊക്കെ ഇരുന്നോളും, കുഴപ്പമൊന്നുമില്ലാതെ. അപ്പം ഇതിനകത്ത് നമ്മൾ സാധാരണ കിണ്ണത്തപ്പം പ്രിപ്പയർ ചെയ്യുന്ന കണക്ക് തന്നെ ഇതിനകത്തോട്ട് കുറച്ച് അരിപ്പൊടിയും, ഞാൻ 1 മുറി തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. കട്ടിപ്പാലാണ്. ആ തേങ്ങാപ്പാലും 1 വലിയ ഉണ്ട ശർക്കരയും ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയും കൂടെ മിക്സ് ചെയ്ത്, ഏലക്കാപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ എണ്ണ തൂത്ത ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് നമ്മൾ ഇഡ്ഡലി കൂട്ടുവത്തിൽ പുഴുങ്ങാൻ വെക്കുക. നമ്മൾ സാധാരണ കിണ്ണത്തപ്പമൊക്കെ ഉണ്ടാക്കുന്ന കണക്ക് തന്നെ. അപ്പോൾ ഇത് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിനെക്കുറിച്ച് പറയാം. ദഹനം മെച്ചപ്പെടുത്തും, അതുപോലെ തന്നെ അതിൻ്റെ ആസിഡിറ്റി കുറയ്ക്കും. നമ്മുടെ വയറിന് ചിലർക്ക് ആസിഡിക് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇത് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കും, നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യും നന്നായിട്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ എ, സി, ഇ ഇങ്ങനെയുള്ള വൈറ്റമിൻസ് എല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഇത് നമ്മുടെ രക്തത്തിൽ, ബ്ലഡിനകത്ത് ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യും.
അതുപോലെ തന്നെ ഇതിൻ്റെ പൊടി നമ്മുടെ പല്ലിൻ്റെയും മോണയുടെയും ആരോഗ്യത്തിന് ഭയങ്കര ഗുണമാണെന്നാണ് പറയുന്നത്. അതുപോലെ ഹെയർ ഗ്രോത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ താരം കുറയ്ക്കാൻ, മുടിക്ക് തിക്ക് ഉള്ളു കൂടാനും ഒക്കെ ഒരുപാട് മുടി കൊഴിച്ചിൽ തടയാനൊക്കെ സഹായിക്കുമെന്നാണ് പറയുന്നത്. നമ്മളിത് വെച്ചിട്ട് ഫേസ് ക്രീം ഉണ്ടാക്കാറുണ്ട്. ഫേസ് ക്രീം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടല്ലോ, ഉരുക്കെണ്ണ, ഈ ഉരുക്കെണ്ണയിലോട്ട് നമ്മുടെ ഈ നട്ട്സ് നല്ല ചെറിയ പീസസ് ആയിട്ട് ചോപ്പ് ചെയ്തതിന് ശേഷം അത് രണ്ടും കൂടെ നല്ലതുപോലെ നമ്മൾ അടുപ്പിൽ വെച്ച് തിളപ്പിച്ച് നല്ലതുപോലെ അതിൻ്റെ നമ്മുടെ ഈ നട്ട്സ് നല്ല ഗോൾഡൻ കളറായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇറക്കിയതിന് ശേഷം അരിച്ച് നമുക്ക് ഫ്രിഡ്ജിലോ വല്ലതും സൂക്ഷിക്കാം. എന്നിട്ട് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാം. ഇത് നമ്മുടെ മുഖത്തെ മുഖക്കുരു, മുഖത്തെ പാടുകൾ, അതുപോലെ മുഖത്ത് ടാനൊക്കെ അടിച്ചിരിക്കുന്നില്ലേ, അതായത് നമ്മുടെ വെളുക്കും എന്നല്ല, നമ്മുടെ ഉള്ള കളറ്, അതായത് വെയിലത്തൊക്കെ പോയിട്ട് ടാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ കുറച്ച് നമ്മുടെ മുഖം അല്ലെ സ്കിന്ന് നല്ല ബ്രൈറ്റായിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. എനിക്കിത്രയധികം സീഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ അച്ചാറിടാൻ വേണ്ടിയിട്ട് കുറച്ചധികം മാങ്ങ അച്ചാറിടാൻ വേണ്ടിയിട്ട് എടുത്തപ്പോഴത്തേക്കും അതിൻ്റെ സീഡെല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടാണ് ഇത്രയും സീഡ് കിട്ടിയത്. ഇപ്പം മാംഗോ സീസൺ ആയതുകൊണ്ട് എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കും മാങ്ങ. അപ്പം നമ്മൾ പഴുത്ത മാങ്ങ കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇതുപോലെ അച്ചാറിടാനൊക്കെ എടുക്കുമ്പോഴത്തേക്കും നമ്മളിത് സേവ് ചെയ്ത് വെക്കുക. മാങ്ങാണ്ടി എടുത്ത് ജസ്റ്റ് ഒന്നോ രണ്ടോ ദിവസം വെയിൽ കൊള്ളിച്ചതിന് ശേഷം ഇതുപോലൊന്ന് പൊട്ടിച്ചെടുത്ത് നമ്മൾ ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. വെക്കേഷനൊക്കെ ആയിട്ട് മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് പേര് കാണും ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തവർ. അപ്പം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. ഇതിൻ്റെ പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഒരു സാഡ് ന്യൂസ് അറിയുന്നത്. മോൻ്റെ ഫ്രണ്ട്, പേര് ഷിബിൻ ഖാൻ എന്നാണ്. മോൻ ഇന്ന് രാവിലെയും ഇവിടെ വന്ന് എനിക്ക് ഹായ് ഒക്കെ തന്നിട്ട് പോയതാണ്. മോന് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി, കൈക്ക് ഒന്നോ രണ്ടോ ഒടിവും ഒക്കെ ഉണ്ട്, കുഴയൊക്കെ തെറ്റിയിട്ടുണ്ടെന്ന് അറിഞ്ഞത്. ഭയങ്കര വിഷമമായിപ്പോയി. എല്ലാവരും ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതുകൊണ്ട് തന്നെ കഴിക്കുന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പം അസ്സലാമു അലൈക്കും, ബൈ ബൈ.